യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 16-ാം ദിവസം. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം യേശു ദൈവപുത്രനാണ്. യേശു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. പക്ഷേ യേശു ഒരു മനുഷ്യൻ മാത്രമല്ല, യേശു ദൈവപുത്രനാണ്, ദൈവത്തിൽ നിന്ന് വന്നവനാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. അതിനാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം നിറഞ്ഞു വസിച്ചതിനാലാണ് മറിയത്തിൽ നിന്ന് യേശുവിന് ജന്മം ലഭിച്ചത്, യേശു ദൈവപുത്രനായി ജനിച്ചത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇറങ്ങി വസിക്കുക എന്ന വാക്ക് വളരെ പ്രസക്തമാണ്. പുറപ്പാടിന്റെ പുസ്തകം 40-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ മഹിമ, ദൈവത്തിൻ്റെ മഹത്വം കൂടാരത്തിൽ ഇറങ്ങി വസിച്ചു എന്ന് പറയാനായി ഉപയോഗിച്ചിരിക്കുന്ന അതേ പ്രയോഗമാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതുവഴി ഈശോ ദൈവപുത്രനായി ഈ ഭൂമിയിൽ അവതരിച്ചു. പുത്രനായി ഈ ഭൂമിയിൽ അവതരിച്ച ഈശോ ദൈവത്തെ തൻ്റെ പിതാവായി ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. പിതാവിനെ പിതാവ് എന്ന് വിളിക്കുന്നു, അതുപോലെ ആ പിതാവിനെ പിതാവായി ഈ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട സത്യം, യേശു ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല, യേശു ദൈവപുത്രനായിരുന്നു. ദൈവപുത്രനായ ഈശോയിൽ വിശ്വസിക്കുന്നത് വഴി നമ്മളും ദൈവമക്കളായി മാറും. ഈ ക്രിസ്മസ് സമയത്ത് ഈശോയിൽ വിശ്വസിക്കുവാനും ഈശോ ദൈവപുത്രനാണെന്ന് തിരിച്ചറിയാനും ആ ദൈവപുത്രനിൽ വിശ്വസിച്ച് നമ്മളും ദൈവമക്കളായി തീരുവാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും വേണം. ഈ ഒരു ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.